ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി ഔഷധ ഗുണമുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഡയബറ്റിക് പേഷ്യൻറ്റിനും വെരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നത് ഖത്തറിലുള്ള ഉസ്മാനിക്കയാണ്. ഇക്ക ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതെൻ്റെ അക്കിക്കുട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവനിരുന്ന് കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് അഞ്ചേട്ടന് ഒരു കിടുക്കാച്ചി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ള ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞാവൽപ്പഴം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് വേഗം ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. ഞാവൽപ്പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുരുവെല്ലാം മാറ്റി അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് അഞ്ചേട്ടൻ എന്തൊക്കെയാണ് ബാക്കി ചേർക്കുന്നത് കൂടി കണ്ടിട്ട് വരാം. ഒരു കപ്പ് പാല് കട്ടിയാക്കിയത്, പൊടിച്ച പഞ്ചസാര 3 ടീസ്പൂൺ, കുറച്ച് കാഷ്നട്ട്, 2 ടീസ്പൂൺ തേന്, ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തണുത്ത പാല്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാവൽപ്പഴത്തിൻ്റെ പൾപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കാഷ്നട്ടും കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാല്, പൊടിച്ച പഞ്ചസാര, പൊടിച്ചത് തന്നെ വേണമെന്നില്ല, പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും മതി, പിന്നെ തേന്, പാല് കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളി കളറല്ലേ എന്ന് നോക്കി. മധുരമൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർക്കാം. കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്തതും കുറച്ച് തേന് കൂടി മുകളിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഞാവൽപ്പഴം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.